ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ തിരുവചനങ്ങളിലൂടെ നമ്മുടെ ആന്തരികതയെ നമ്മൾ കർത്താവിന് കാഴ്ചവെച്ച് ദൈവവചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ഭൂമിയിൽ സ്വർഗത്തിൻ്റെ ചെറിയ പതിപ്പിൻ്റെ പേരാണ് കുടുംബം. നമ്മൾ ഇനിയുള്ള നിമിഷം നമ്മുടെ കുടുംബത്തെ ഒന്ന് കാഴ്ചവെച്ച് ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്ര മനോഹരമായി ദൈവം സംവിധാനം ചെയ്ത ഒന്നാണ് കുടുംബം എന്ന് പറയുന്ന ഒരു ഘടന. വേദപുസ്തകം കുടുംബത്തെക്കുറിച്ച് വളരെ മനോഹരമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റ് ഏതെങ്കിലും ഗ്രന്ഥം ഇത്രയും ആഴത്തിൽ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാനും മേല. എന്നാൽ ഇന്ന് നമ്മുടെ ചുറ്റുപാടിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്, എത്ര പ്രതീക്ഷയോടെയാണ് നമ്മളൊക്കെ കുടുംബം ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ മക്കൾക്ക് ആരംഭിച്ചു കൊടുക്കുന്നത്. കുറച്ച് നാൾ കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പല വീടുകളും പുറമേ നിന്ന് കാണാൻ വളരെ ഭംഗിയുണ്ട്. അതിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്താണെന്നുള്ളത് ആ വീടിനകത്ത് കാല് വെക്കുമ്പോൾ അറിയാൻ പറ്റും. ഞാനൊരിക്കൽ ഒരു ഭവനത്തിൽ എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചുകൊണ്ട് പോയി. 2-3 നിലയുള്ളൊരു വീടാണ്. 1 നില ഭൂമിക്ക് അടിയിൽ, 2 നില ഭൂമിക്ക് മുകളിൽ. ഒത്തിരി വാഹനങ്ങളുണ്ട്. അവർക്ക് വലിയ ടെൻഷനാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾ, മക്കൾ അനുസരിക്കുന്നില്ല, ആകെ പ്രതിസന്ധിയാണ്. ഇപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ കൂദാശ ഞാൻ വിളിച്ചുകൊണ്ട് പോയതാണ്. ഇച്ചിരി നന്നായിട്ട് വെള്ളമൊക്കെ തളിച്ച് 5-ൻ്റെ മോട്ടർ കൊണ്ടൊക്കെ പിടിച്ച് ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാൻ പറ്റുമെങ്കിൽ. ഞാൻ വീട്ടിൽ ചെന്നു. എന്നിട്ട് 2-ാം നിലയുടെ മുകളിൽ കൂദാശ കഴിഞ്ഞ് 2-ാം നിലയുടെ മുകളിൽ ഒരു വൈകുന്നേരം ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ ഈ വീട്ടിലെക്കുറിച്ച് വീട്ടുകാർ പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം തോന്നി. അവർക്ക് ഉറങ്ങാൻ തന്നെ പറ്റുന്നില്ല. ലക്ഷക്കണക്കിന് രൂപയാണ് ദിവസം വരുമാനമുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ അസ്വസ്ഥതകൾ, വേലക്കാർ, ഒത്തിരി പ്രശ്നങ്ങളാണ്. പരസ്പരം അവർ മിണ്ടുന്നു പോലുമില്ല. അതിന് സമയമില്ല. മിണ്ടിയാൽ തന്നെ അത് വഴക്കായിട്ട് മാറുകയാണ്. ആർക്കും ആരെയും സ്നേഹിക്കാൻ പറ്റുന്നില്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അത്രമാത്രം തിരക്കേറിയ ജീവിതത്തിൽ എന്നും കുറ്റപ്പെടുത്തലും ടെൻഷനൊക്കെ ആയിട്ട് ഒരു നിലകൊള്ളുകയാണ്. അതോടനുബന്ധിച്ച് ചില രോഗങ്ങൾ, സ്വപ്നങ്ങൾ ചിലയിടത്ത് കണക്ക് തെറ്റുന്നു. ഞാനങ്ങനെ മേലെ നിന്നപ്പം വേറൊരു കാഴ്ച കണ്ട. റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അവിടേക്ക് റോഡ് പണിക്ക് വേണ്ടി കല്ല് കുത്തി പൊട്ടിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെയൊക്കെ? ഈ കല്ലടിച്ച് പൊട്ടിക്കുന്ന ഈ തമിഴ്നാട്ടിൽ നിന്ന് ആളുകളൊന്ന് ബോയന്മാരൊന്ന് പൊട്ടിക്കുകയാണ്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കയറ് ചെറുതിങ്ങനെ ഒരു മരത്തിൽ നിന്ന് മറ്റേ മരത്തിൻ്റെ കമ്പിലേക്ക് ഇങ്ങനെ വലിച്ചു കെട്ടി, എന്നിട്ട് നീല കളറുള്ള ഈ പൊളിത്തീൻ പടവ കണ്ടിട്ടുണ്ടോ? പടുത അതിങ്ങനെ ത്രികോണം പോലെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഈ പൊക്കമുള്ളൂ, ത്രികോണം പോലെ ഇട്ടിരിക്കുകയാണ്. വൈകുന്നേരമായപ്പോൾ കാണുന്ന കാഴ്ച ഇതാ, കല്ല് തല്ലി പൊട്ടിക്കുന്ന ഒരു കുടുംബനാഥൻ ഒരു സ്ഥലത്ത്, അതിൻ്റെ അടുത്തൊരു ചെറിയ കലവും അവിടെ ഒരു അടുപ്പും ചൂട്ടിയിട്ട് ഭാര്യ, 2 കുഞ്ഞുമക്കൾ. ഈ ത്രികോണം പോലെ കിടക്കുന്നതാണ് അവരുടെ കിച്ചൺ, അവരുടെ ബെഡ്റൂം, അവരുടെ ഡൈനിങ് ഹാള്, അവരുടെ ലിവിങ് റൂം, അവരുടെ സ്റ്റോർ റൂം, എല്ലാം കൂടെ കൂടിയതാണ്. പക്ഷെ പുറമേ നിന്ന് നോക്കിയപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. കാരണം എന്തെന്നറിയോ? എന്തൊരു ഐക്യം അതുങ്ങൾ തമ്മിൽ. മക്കൾ അപ്പൻ്റെ അടുത്തേക്ക് പോകുന്നു, അപ്പനും മക്കളും തമ്മിലൊരു ബന്ധം, ഭാര്യ ഭർത്താവ്. നമുക്ക് കാണാം എന്തോ കുറച്ച് സാധനമുള്ളവരുടെ കലത്തിൽ വളരെ സ്നേഹത്തോടെ നിലകൊള്ളുന്നു. ആ പ്ലാസ്റ്റിക് കൂടിൻ്റെ അടിയിൽ ഒരു കുടുംബം ജീവിക്കുകയാണ്. അതിൻ്റെ പേരാണ് കുടുംബം, വീട്. ഞാൻ നിൽക്കുന്നത് വേറൊരു വീട്ടിലാണ്, പക്ഷെ അത് വീടല്ല, അതൊരു 3 നിലയുള്ള കെട്ടിടമാണ്. നമ്മുടെ വീടുകൾ കെട്ടിടങ്ങളാണോ വീടുകളാണോ? നമ്മളിരുന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ വീടിൻ്റെ ഉള്ളിലെ അരൂപി ഏതായി കിടക്കുകയാണ്? ആരെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ദൈവമക്കളെ, ദൈവം എങ്ങനെയാണ് കുടുംബം എന്ന് പറയുന്ന ഈ സംവിധാനത്തെ കൈകാര്യം ചെയ്യാൻ നമ്മളെ പഠിപ്പിച്ചത്? ഇപ്പോൾ ചുരുങ്ങിയ സമയം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുകയാണ്. ഇതാ, ഈ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഈ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ, നമ്മളിത് തുറക്കുമ്പോൾ തന്നെ കാണുന്നത്, കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു രീതിയിൽ ദൈവം മനുഷ്യൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുന്നതാണ്. കുടുംബവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിലൂടെ ഈ ഭൂമിയിൽ മനുഷ്യ ജീവിതത്തെ ക്രമീകരിക്കുന്നതാണ് ഇതിൻ്റെ ആരംഭം തന്നെ. ശരിയാണോ? അതാരുടെ കുടുംബമാണ്? ആദമിൻ്റെ കുടുംബം. ഇതാ, പുതിയ നിയമം ആരംഭിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ആദാമിൻ്റെ കുടുംബജീവിതത്തിൻ്റെ തകർച്ചകളുടെ നടുവിൽ നിന്ന് ഒത്തിരി പ്രതിസന്ധികൾ പിന്നീട് പഴയ നിയമത്തിൽ കാണാം.
പുതിയ നിയമം ആരംഭിക്കുന്നത് വീണ്ടും ഒരു കുടുംബത്തിൻ്റെ അനുഭവത്തെ വിശദീകരിച്ചുകൊണ്ടാണ്, അല്ലേ? അതേത് കുടുംബമാണ്? യേശുവിൻ്റെ കുടുംബം, തിരുകുടുംബം. ഇതാ സ്വർഗീയ യെരൂശലേം എന്ന് പറയുന്ന സ്വർഗീയ കുടുംബത്തിൻ്റെ അനുഭവം വിശദീകരിച്ചുകൊണ്ട് ഈ വിശുദ്ധ ഗ്രന്ഥം അവസാനിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, കുടുംബം എന്ന് പറയുന്ന ആ വലിയ ദൈവീക സംവിധാനത്തെ എത്ര നന്നായിട്ടാണെന്നറിയോ ഈ ജീവൻ്റെ ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വിശദീകരിക്കുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നായതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, ഈ കസേരകളിലിരിക്കുന്ന ഓരോ വ്യക്തിയും ഓരോ കുടുംബത്തിൻ്റെ ഏതെങ്കിലും ഒരു റോള് കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്, അല്ലേ? നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ വിളി എങ്ങനെ നമ്മൾ കൊണ്ടു നടക്കുന്നു? ഇപ്പം കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരു ദൈവീക വിളിയാണ്. ദൈവീക, ഒന്നുറക്കെ പറഞ്ഞേ, വിളിയാണ്, ദൈവവിളിയാണ്. ഇവിടെ ആദ്യത്തെ ദിവസം നമ്മൾ കേട്ടു ദൈവവിളി. എന്താ ഈ വിളിയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? ദൈവവിളി, അതിൻ്റെ അർത്ഥം എന്താ? ദൈവം ഒരു വിളിയെ ഏൽപ്പിച്ചതാണ് കുടുംബജീവിതം. എൻ്റെ അർത്ഥം എന്താണ്? ദൈവവിളിയെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു ചുമതല ഏൽപ്പിച്ചു എന്നുള്ളതല്ല, ഒരു ബന്ധം സ്ഥാപിക്കുന്നു എന്നുള്ളതാണ്. ഒരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി ദൈവം വിളിച്ചിരിക്കുന്നു. ഇതാ, നീ ആരംഭിക്കുന്ന കുടുംബത്തിൽ എന്നോട് കൂടി ഒരു ബന്ധത്തിൽ നീ ചുമതല നിർവഹിച്ചു കൊള്ളുക. ബാക്കി ദൈവം നടത്തി തരുന്നത്. ദൈവത്തിന് കുടുംബത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്? അപ്പം നമ്മുടെ തലയ്ക്കകത്ത് ഒരു കുടുംബത്തെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ട്. നമ്മൾ കടന്നു വന്നപ്പോൾ കിട്ടിയ വേറൊരു അനുഭവമുണ്ട്. ഇനി നമുക്ക് വേറൊരു സ്വപ്നമുണ്ട്. എങ്ങനെയായിരിക്കണം കുടുംബം? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? അത് അവനവൻ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഞാനിപ്പോൾ പറയാൻ ശ്രമിക്കുന്നത്, ദൈവത്തിൻ്റെ മനസ്സിൽ മനുഷ്യന് ദൈവം ദാനം തന്ന കുടുംബത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്? നമ്മളതാണ് ചിന്തിക്കാൻ പോകുന്നത്. അത് ചിന്തിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ദൈവീക വചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ ഭവനങ്ങളിലേക്ക് ഒഴുകി വരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതാണ് നമ്മളിപ്പോൾ പാടിയ പാട്ട്, ഞാനൊരു അനുഗ്രഹമായി മാറും എൻ്റെ വീട്ടിൽ. ചിലപ്പോൾ രോഗമായിരിക്കാം, പ്രതിസന്ധിയായിരിക്കാം, കടമായിരിക്കാം, കഷ്ടതയായിരിക്കാം, കണ്ണുനീരായിരിക്കാം. ദൈവത്തിൻ്റെ ഒരു ആശീർവാദം എൻ്റെ ഭവനത്തിൻ്റെ മേലുണ്ടെങ്കിൽ എൻ്റെ ഭവനത്തിലൊരു അനുഗ്രഹം ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, ദൈവം അനുഗ്രഹിക്കുന്നവനാണ്. ദൈവം അനുഗ്രഹിക്കുന്നവനല്ല എങ്കിൽ ഈ അച്ഛൻ ഇവിടുന്ന് പ്രസംഗിക്കത്തില്ല. ദൈവം അനുഗ്രഹിക്കും. ദൈവം അനുഗ്രഹിച്ച് ദൈവാനുഗ്രഹത്തിൻ്റെ തണലിൽ നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, നമ്മൾ ചവിട്ടിയ ചില തീക്കനലുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയുടെ ചില പടവുകളായിരുന്നു. അതാണ് റോമ 8:28 വചനം. ദൈവം നിന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയായി മാറ്റും. ഏതൊക്കെ? നീ ഇടറിപ്പോയതുപോലെ നന്മയാക്കി മാറ്റും. നീ പാപത്തിൽ വീണതുപോലും ദൈവം നന്മയാക്കി മാറ്റും. തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അവിടെ നിന്നെല്ലാം നന്മയാക്കി മാറ്റും. ഈ പള്ളി അതിരുന്നുകൊണ്ട് അപ്പോൾ ധ്യാനിച്ചു കൊള്ളണം. ഈ നിമിഷം വരെ നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം വീഴ്ച വന്നോ, ഏതെല്ലാം ചീച്ചിലുകൾ വന്നോ, ഏതെല്ലാം അസ്വസ്ഥതകൾ വന്നോ, നീ ദൈവത്തിലേക്ക് തിരിയാൻ തുടങ്ങുമ്പോൾ അതെല്ലാം നിനക്ക് ദൈവം അനുഗ്രഹത്തിൻ്റെ ചവിട്ടുപടികളാക്കി മാറ്റും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എങ്കിൽ ആ കസേരകളിൽ ഇരുന്നു കൊണ്ട് 2 കൈകളൊന്ന് മലർത്തിപ്പിടിച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ നിങ്ങൾ കൈകൾ മലർത്തി പിടിക്കുമ്പോൾ നിങ്ങളുടെ കൈകളിൽ ഒരു സാധനം വെക്കണം. ഇതാ, ശൂന്യമായ നിങ്ങളുടെ കൈകളിൽ നിങ്ങളുടെ കുടുംബത്തെ കാഴ്ചവെക്കുക. നിങ്ങളുടെ ജീവിത പങ്കാളി, നിങ്ങളുടെ മാതാപിതാക്കന്മാർ, സഹോദരി സഹോദരങ്ങൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ ജീവിത വ്യാപാര മേഖല, തൊഴിൽ മേഖല, ജോലി മേഖല, ദൈവം നിങ്ങൾക്ക് തന്ന സകല ദാനങ്ങളെയും നിങ്ങളുടെ കൈകളിൽ നിങ്ങൾ എടുത്തു വെക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൈകളിലിരിക്കുന്ന ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന നഷ്ടങ്ങൾ, ദുരിതങ്ങൾ എല്ലാം ദൈവകരങ്ങളിലേക്ക് കാഴ്ചവെക്കുക. ഞാനിതിനെങ്ങനെ മലർത്തി പിടിക്കാൻ പറഞ്ഞെന്നറിയോ? സഹോദര സഹോദരി, നിന്റെ കയ്യിലിരുന്നാൽ ഇത് നിന്നെ എപ്പോഴും ഇങ്ങനെ ചിന്തിപ്പിച്ചു കൊണ്ടിരിക്കും. എൻ്റെ കയ്യിലുള്ളത് തികയുമോ, എൻ്റെ കയ്യിലുള്ളത് എന്നെ തകർക്കുമോ? ഈ ചിന്ത നിന്റെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കും. കാരണം എന്തെന്നറിയോ? ഒരു ശിശുവിൻ്റെ കയ്യിൽ നിന്ന്, ഒരു ബാലൻ്റെ കയ്യിൽ നിന്ന് യേശുവിൻ്റെ അപ്പോസ്തലന്മാർ 5000 പേർക്ക് കൊടുക്കാനുള്ള ഭക്ഷണം ഒരു കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി. കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞിട്ട് അപ്പോസ്തലന്മാർ പരസ്പരം ചിന്തിക്കാൻ തുടങ്ങി, ഇത് തികയുമോ, ഇത് മതിയാകുമോ, ഇതെല്ലാവരും തൃപ്തിപ്പെടുത്തുമോ, ഇതൊരു നാണക്കേടായി തീരുമോ? ഒരു കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞപ്പോൾ അവർക്കിത് വിളമ്പാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. യേശു പറഞ്ഞു, അത് എൻ്റെ കയ്യിൽ തരിക. അവർ അത് യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. യേശു പിതാവിൻ്റെ സന്നിധിയിൽ കാഴ്ചവെച്ച് വാഴ്ത്തി ശുദ്ധീകരിച്ചിട്ട് അത് അപ്പോസ്തലന്മാരുടെ കൈകളിലേക്ക് വീണ്ടും കൊടുത്തു. ഇതാ, ഇപ്പോൾ അപ്പോസ്തലന്മാർ അത് യേശുവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി. യേശുവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ അപ്പവും മീനും
അവർക്ക് ധൈര്യത്തോടെ വിളമ്പാൻ സാധിച്ചു. അവർ വിളമ്പി കഴിഞ്ഞപ്പോൾ എല്ലാവരും തൃപ്തരായി. മക്കളെ, അച്ഛൻ എന്താ പറഞ്ഞെന്നറിയോ? ഈ പരിശുദ്ധ ദൈവാലയത്തിൽ നിന്റെ ജീവിതത്തെ നീ യേശുവിന്റെ കൈകളിലേക്ക് കൊടുക്കുക. നീ കൊടുത്താൽ അവൻ നിനക്ക് വാഴ്ത്തി തരും. നമ്മൾ ഈ ധ്യാനം കേൾക്കാൻ പോകുമ്പോൾ, ഈ വചനങ്ങളിലൂടെ നമ്മുടെ കുടുംബത്തെ കാഴ്ചവെക്കുമ്പോൾ ആദ്യം കൊടുക്കുക. അവൻ നിന്നെ ആശീർവദിക്കും. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് കൊടുക്കുക. എൻ്റെ ദൈവമേ, ഞാൻ ഈ തിരക്കുള്ള ജീവിത സാഹചര്യങ്ങളിൽ ഈ ദൈവാലയത്തിൽ വന്ന് ഇരിക്കുന്നത്, ഈ വചനത്തിന്റെ തണലിൽ ഇരിക്കുന്നത്, എനിക്ക് ഉള്ളതും എന്നെയും അങ്ങേക്ക് തരാനാണ്. കാഴ്ചവെച്ച് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. എന്നിട്ട് ഹൃദയം കൊണ്ട് ഇങ്ങനെ വിശ്വസിക്കണം, ഇതാ എൻ്റെ ദൈവം, ഞാൻ ദൈവത്തിന്റെ മുമ്പാകെ കാഴ്ചവെച്ചാൽ, പെറുപെറുപ്പില്ലാതെ കാഴ്ചവെച്ചാൽ അവൻ എന്നെ അനുഗ്രഹിക്കും. ജീവിത പങ്കാളി ഒന്ന് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുക. ചിലപ്പോൾ മനസ്സിൽ വെറുപ്പായിരിക്കാം, മിണ്ടിയിട്ട് ഒത്തിരി നാളായിട്ടുണ്ടാകാം, തെറ്റിദ്ധാരണകളായിരിക്കാം, കുറ്റപ്പെടുത്തലുകളായിരിക്കാം, രോഗാവസ്ഥയായിരിക്കാം, മക്കളെ കുറിച്ച് ആകുലതയായിരിക്കാം, വേദനകളായിരിക്കാം, ദുഃഖങ്ങളായിരിക്കാം, സഹോദരങ്ങൾ ചതിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഇപ്പോൾ നീ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ദൈവം ആശീർവദിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. കണ്ണുകൾ അടച്ച് യേശുവിലേക്ക് നോക്കി അനുഗ്രഹം ചോദിച്ചു വാങ്ങി പ്രാർത്ഥിക്കുക. യേശുവേ, അങ്ങന്ന് അനുഗ്രഹിക്കാൻ ഞാനിതാ എൻ്റെ ഭവനത്തെ അങ്ങയുടെ ഗോകുൽത്തായിലെ യാഗപീഠത്തിൻ്റെ അരികിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ മുറിവുകളും എൻ്റെ ഭവനത്തിൻ്റെ വേദനകളും എൻ്റെ വ്യക്തിപരമായ എല്ലാ കുറവുകളും ദുഃഖങ്ങളും ആ ക്രൂശിൻ്റെ അരികിൽ വെച്ച് ഞാൻ എൻ്റെ യേശുവിലേക്ക് സമർപ്പിക്കുന്നു. സുഖപ്പെടുത്തുന്ന രക്തം എൻ്റെ ഭവനത്തെ കഴുകണമേ. ഓരോരുത്തരും പ്രാർത്ഥിക്കുക, ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുക. എൻ്റെ പങ്കാളിയെ സുഖപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ. മാതാപിതാക്കന്മാരെ ആശീർവദിക്കണമേ. ഞങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ ഇടപെടണമേ. കർത്താവെ, പ്രാർത്ഥിക്കുന്നു, ജീവിതത്തിൻ്റെ മേഖലകളിൽ ഇടപെടണമേ. രോഗാവസ്ഥയിൽ ഇടപെടണമേ. പ്രതിസന്ധിയിൽ ഇടപെടണമേ. കുടുംബത്തിൻ്റെ മധ്യസ്ഥയെ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ഭവനത്തെ ഈശോയ്ക്ക് കാഴ്ചവെക്കുന്നു. ഒന്നേറ്റെടുക്കണമേ. യേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ ലളിതമായിട്ട് ഒന്ന് ചിന്തിക്കുകയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ദൈവം സംവിധാനം ചെയ്ത വളരെ വിലയേറിയതും ശ്രദ്ധേയമായ ഈ ഭൂമിയിൽ മനുഷ്യന് കൊടുത്തിരിക്കുന്ന ഒരു ദാനമാണ് കുടുംബം എന്ന് പറയുന്നത്. ഇന്ന് മനുഷ്യനത് കൈകാര്യം ചെയ്ത് മനുഷ്യനിൽ കുടുംബത്തിൽ നിന്ന് മുറിവുകളും ദുഃഖങ്ങളും പൈശാചിക പ്രവണതകളുമായി മാറി. എന്നാൽ ദൈവം എങ്ങനെയാണ് മനുഷ്യന് കുടുംബമെന്ന് പറയുന്ന ഈ ദൈവീക സംവിധാനം ഏർപ്പെടുത്തിയത്? ഇതാ, ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവന് ദാനമായി നൽകിയ ദൈവീക സംവിധാനമാണ് കുടുംബം. ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് മനുഷ്യന് ദൈവം നൽകിയ ദൈവീക ദാനമാണ് കുടുംബം എന്ന് പറയുന്ന സംവിധാനം. ഈ കുടുംബം ദൈവം മനുഷ്യനെ ഏൽപ്പിക്കുമ്പോൾ ദൈവം ഇതെങ്ങനെയാണ് സംവിധാനം ചെയ്തത്? നമ്മളിത് ആദ്യം ഒന്ന് വായിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിലുള്ള കുടുംബം എന്താണ്? അതിൽ ഭർത്താവ് എങ്ങനെയാണ്, ഭാര്യ എങ്ങനെയാണ്, അവരുടെ പെരുമാറ്റം എങ്ങനെയാണ്, കുടുംബ ബന്ധങ്ങളുടെ ആഴം എങ്ങനെയാണ്, നന്നായി ദൈവം പഠിപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18 മുതലുള്ള തിരുവചനത്തിൽ ദൈവം ഇതെങ്ങനെയാണ് കുടുംബത്തെ ക്രമീകരിക്കുന്നതെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ഇതാ, ദൈവം ഒരു തോട്ടം സൃഷ്ടിച്ചു. ആദ്യം അതിമനോഹരമായ ഒരു തോട്ടം സൃഷ്ടിച്ചു, ഏദൻ തോട്ടം. നദികളൊക്കെ ക്രമീകരിച്ചു. എന്നിട്ട് ദൈവം പുരുഷനെ സൃഷ്ടിച്ചു. എന്നിട്ട് ദൈവം പറയുകയാണ്, മനുഷ്യൻ ഏകനായിരിക്കുന്നത്, ബാക്കി നിങ്ങൾ പറഞ്ഞേ, മനുഷ്യൻ ഏകനായിരിക്കുന്നത്. അപ്പം നമ്മളൊന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കണം, എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞത്? ദൈവം സൃഷ്ടി നടത്തിയിട്ട് അപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, നല്ലത് എന്ന്, അല്ലേ? ഓരോന്ന് സൃഷ്ടിച്ചിട്ടും ദൈവം പറയണം നല്ലത്. മനുഷ്യനെ നോക്കിയിട്ട് പറഞ്ഞു, ഇവൻ ഒറ്റയ്ക്കിരിക്കുന്നത് പറഞ്ഞേ നല്ലതല്ല. എന്തുകൊണ്ടാണ് ദൈവം പറയുന്നത് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല? എന്താ കാരണം? കാരണം എന്തെന്നറിയോ? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ഛായയിലും സ്വരൂപത്തിലുമാണ്. എന്താണ് ദൈവത്തിൻ്റെ ഛായ അഥവാ ദൈവ സ്വഭാവം, ദൈവ സ്വരൂപം? എന്താണത്? സ്നേഹമാണ്, അല്ലേ? ദൈവ സ്നേഹമാണ്. സ്നേഹത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്.
അതുകൊണ്ട് മനുഷ്യൻ്റെ ഉള്ളിലുള്ള സത്ത എന്ന് പറയുന്നത് സ്നേഹമാണ്. മനുഷ്യൻ ഏകനായിരുന്നാൽ ഈ സ്നേഹം വർക്കൗട്ടാവോ? പറഞ്ഞേ. ഇപ്പം സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണത്? പ്രകടിപ്പിക്കുന്നതാണ്, അല്ലേ? ഇപ്പം ഞാൻ പറയുകയാണ് എനിക്ക് ഭയങ്കര സ്നേഹമാണ്, ഞാൻ ആരോടും മിണ്ടോ ഇല്ല, ഒന്നും ചെയ്യോ ഇല്ല, ഒറ്റയ്ക്കിരിക്കുക. സ്നേഹം ആർക്കെങ്കിലും മനസ്സിലാവോ? ആർക്കെങ്കിലും മനസ്സിലാവോ? ഇല്ല. അപ്പം മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്ന ദൈവസ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത അത് നിർമ്മലമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇത് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹമാണ്. ഒന്നൊന്നിനേക്കാൾ വലുതല്ല, ഒന്നൊന്നിനേക്കാൾ ചെറുതല്ല. അത്ര വിലയേറിയ ഒരു ബന്ധമാണത്. ഈ ഒരു സംവിധാനമാണ് മനുഷ്യൻ്റെ ഉള്ളിലുള്ളത്. ദൈവം പറയുകയാണ് ഇവൻ ഒറ്റയ്ക്കിരുന്ന പറ്റത്തില്ല. ഈ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം ഇവൻ്റെ ഉള്ളിൽ കിടക്കുന്നത് ഇവന് പങ്കുവെക്കണമെങ്കിൽ തക്ക തുണ വേണം. ഈ സ്നേഹം പങ്കുവെക്കാൻ പറ്റിയ തുണ വേണം. എങ്ങനത്തെയെങ്കിലും ഒരു തുണയെ കൊടുത്താൽ പറ്റത്തില്ല. ഇവൻ്റെ ഈ സ്നേഹം ഇവൻ കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കാനും അത് തിരിച്ചു കൊടുക്കാനും കെൽപ്പുള്ള ഒരു പങ്കാളി വേണം. ഇനി ഒന്നുകൂടെ ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാൻ പോകുന്നത്. ദൈവം പറയുകയാണ് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. എന്തെന്നാൽ ഇവൻ്റെ സ്നേഹം പങ്കുവെക്കാൻ ഇവനൊരു തുണയെ വേണം. ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. ദൈവം മനുഷ്യന് തുണയെ കൊടുത്തത് മനുഷ്യനെ സ്നേഹിക്കാനോ അവൻ്റെ സ്നേഹം പങ്കുവെക്കാനോ? അവൻ്റെ സ്നേഹം പങ്കുവെക്കാൻ, പുരുഷൻ്റെ സ്നേഹം പങ്കുവെക്കാൻ സ്ത്രീയെ തന്നു, സ്ത്രീയുടെ സ്നേഹം പങ്കുവെക്കാൻ പുരുഷനെ തന്നു. ഇപ്പം നമ്മുടെ പരാതി എന്താ? എന്നെ ആരും ഇത് ദൈവീകമാണോ പൈശാചികമാണോ? പൈശാചികമാണത്. നമ്മൾ പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ് എന്നെ സ്നേഹിക്കുന്നില്ല. നിന്നെ സ്നേഹിക്കാനല്ല ദൈവം നിനക്ക് പങ്കാളിയെ തന്നത്, നിന്നെ സ്നേഹിക്കാനല്ല മക്കളെ തന്നത്, നിന്നെ സ്നേഹിക്കാനല്ല ഈ ബന്ധങ്ങൾ തന്നത്. നിന്റെ സ്നേഹം പങ്കുവെക്കാനാണ്. നിന്റെ സ്നേഹം പങ്കുവെക്കണം. അപ്പോൾ നമ്മൾ വിചാരിക്കും സ്നേഹം പങ്കുവെക്കണമെന്നുണ്ട്, പക്ഷെ സ്നേഹം ഉണ്ടായാലല്ലേ പങ്കുവെക്കാൻ പറ്റുള്ളൂ. സ്നേഹം ഉണ്ടാവണം. എവിടെ നിന്നുണ്ടാവണം? നമുക്ക് എവിടെ നിന്ന് ഈ സ്നേഹം കിട്ടണം? നമുക്ക് സ്നേഹം വരേണ്ട ഒരു സ്ഥലമുണ്ട്. നമ്മൾ എവിടെ നിന്ന് ഈ സ്നേഹം വാങ്ങാൻ പോകണമെന്നറിയോ? ചുറ്റുപാടുകളിൽ നിന്ന് സ്നേഹം വാങ്ങാൻ പോകും. നീ എന്നെ ഒന്ന് സ്നേഹിച്ചാട്ടെ, മക്കളൊന്ന് സ്നേഹിച്ചാട്ടെ, സഹോദരൻ സ്നേഹിച്ചാട്ടെ, സമ്പത്ത് എന്നെ ഒന്ന് സ്നേഹിച്ചാട്ടെ. ഈ ചുറ്റുപാടുകളിൽ നിന്ന് സ്നേഹം വാങ്ങിയാൽ ഓർക്കണം, അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ വറ്റിപ്പോകും. അതൊക്കെ ഒരു ടാങ്കിലെ വെള്ളം പോലെയാണ്, എടുക്കും തോറും കുറഞ്ഞുകൊണ്ടിരിക്കും. നിന്റെ സ്നേഹം നീ ശേഖരിക്കേണ്ടത് എവിടെ നിന്നാണെന്നറിയോ? ഇതാ പെരുന്നാളിൻ്റെ അവസാന ദിവസം യേശു ഉറക്കെ വിളിച്ചു പറഞ്ഞു, വിശക്കുന്നവൻ ദാഹിക്കുന്നവൻ. ആമാശയത്തിൻ്റെ വിശപ്പല്ല, സ്നേഹം, സമാധാനം, സന്തോഷം, ആരോഗ്യം, ഏതെങ്കിലും തരത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവൻ, വിശപ്പും ദാഹമുള്ളവർ എൻ്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ ഉറവയുണ്ടാകും. ജീവജലത്തിൻ്റെ ഉറവയുണ്ടാകും. ഉറവ എപ്പോഴെങ്കിലും വറ്റി കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇതാ ടാങ്കിലെ വെള്ളം വരെ വറ്റിപ്പോകും, പക്ഷെ ഉറവ വറ്റത്തില്ല. ഉറവ യേശുവാണ് ഈ ഉറവ. അതുകൊണ്ട് യേശുവിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് സ്നേഹം സ്വീകരിക്കാൻ ഒരു വ്യക്തിക്ക് സാധിക്കുമ്പോഴാണ് അവൻ്റെ കുടുംബത്തിലേക്ക് ഇത് പങ്കുവെക്കാൻ പറ്റുക. അപ്പോൾ ഒന്ന് നമ്മളിങ്ങനെ പറഞ്ഞു, ദൈവം നിനക്ക് പങ്കാളിയെ തന്നത്, ദൈവം നിനക്ക് ബന്ധം തന്നത് നിന്നെ സ്നേഹിക്കാനല്ല, പിന്നെയോ ഒന്നുറക്കെ പറഞ്ഞേ, നിന്റെ സ്നേഹം പങ്കുവെക്കാനാണ്. നിന്റെ സ്നേഹം പങ്കുവെക്കണമെങ്കിൽ സ്നേഹം സ്വീകരിക്കാനും സ്വീകരിച്ച് തിരിച്ചു തരാനും കെൽപ്പുള്ളൊരു പങ്കാളി വേണം. എങ്ങനത്തെയെങ്കിലും ഒരു പങ്കാളി പറ്റില്ല. ദൈവത്തിനറിയാം നിനക്ക് എങ്ങനത്തെ വേണമെന്ന്. ദൈവം പറയുകയാണ് തക്ക തുണയെ കൊടുക്കണം. ഇനി ദൈവം എങ്ങനെയാണ് തക്ക തുണയെ കൊടുത്തത് എന്ന് ശ്രദ്ധിക്കുക, മറന്നു പോകരുത്. തക്ക തുണയെ കിട്ടിയാൽ മാത്രമേ ഈ സ്നേഹം പങ്കുവെക്കാൻ പറ്റത്തുള്ളൂ. തക്ക തുണയെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ദൈവം തക്ക തുണയെ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് ഇനി ഒന്ന് ശ്രദ്ധിക്കുക. ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ബൈബിൾ പറയുന്നത് ഇതാ ഉൽപ്പത്തി പുസ്തകം എന്ന് പറയുന്ന ഒരു മിഥോളജിക്കൽ ലാംഗ്വേജ് ആണത്. അതിമനോഹരമായി നമ്മളിത് പഠിപ്പിക്കുകയാണ്. ഇതാ തക്ക തുണയെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ദൈവമായ കർത്താവ് മണ്ണിൽ നിന്ന് ചില സാധനങ്ങൾ രൂപപ്പെടുത്തി. തക്ക തുണയെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇതാ മണ്ണിൽ നിന്ന് ചില സാധനങ്ങൾ രൂപപ്പെടുത്തിയിട്ട് മനുഷ്യന് കൊടുക്കാൻ തുടങ്ങി. അവയ്ക്ക് മനുഷ്യൻ എന്ത് പേരിടുമെന്നറിയാൻ അവിടുന്ന് അവയെ അവൻ്റെ മുൻപിൽ കൊണ്ടുവന്നു. മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായി തീർന്നു. എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു. ഒരു പ്രത്യേക ഭാഷയിൽ ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ ഭാഗം വിശദീകരിക്കുകയാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. തക്ക തുണയെ കൊടുക്കാമെന്ന് ദൈവം പറഞ്ഞിട്ട് ദൈവമായ കർത്താവ് ഇതാ മണ്ണിൽ നിന്ന് ചില സാധനങ്ങൾ രൂപപ്പെടുത്തി. എവിടുന്ന്? ഉറക്കെ പറഞ്ഞേ, മണ്ണിൽ നിന്ന്.
മണ്ണിൽ നിന്ന് ചില പക്ഷികളെ, മൃഗങ്ങളെ, പല സാധനങ്ങളെ രൂപപ്പെടുത്തി മണ്ണിൽ നിന്നുണ്ടാക്കിയ ചില ജീവികളെ തക്ക തുണയായി മനുഷ്യൻ്റെ മുമ്പിൽ കൊണ്ടു കൊടുത്തു. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്: മനുഷ്യൻ പേരിട്ടത് പേരായി. നിങ്ങൾ ആർക്കാ പേരിടുക? നമ്മുടെ മക്കൾക്ക് പേരിടും, നമ്മുടെ ഓഫീസിന് പേരിടും, നമ്മുടെ വണ്ടിക്ക് പേരിടും, നമ്മുടെ പട്ടിക്ക് പേരിടും, അല്ലേ? നമ്മൾ എന്തിനാ പേരിടുക? നമുക്ക് അവകാശമുള്ളതിനൊക്കെ പേരിടും. ഇപ്പം എനിക്ക് അവകാശപ്പെട്ടതിന് ഞാൻ പേരിടും, വേറെ ആർക്കെങ്കിലും അവകാശപ്പെട്ടതിന് ഞാൻ പേരിടുമോ? ഇതാ ബൈബിളിൽ പറയുകയാണ്, മനുഷ്യൻ പേരിട്ടത് പേരായി. എൻ്റെ അർത്ഥം എന്താ? മനുഷ്യൻ അവകാശിയായി. ഇനി നിങ്ങൾക്ക് ഒന്നോട് ആഴത്തിൽ ശ്രദ്ധിച്ചേ. തക്ക തുണയെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തിയ കുറേ മണ്ണിൻ്റെ ഭാഗങ്ങൾ മനുഷ്യന് കൊണ്ട് കൊടുത്തു. മനുഷ്യൻ പറഞ്ഞു, ഇതൊക്കെ എനിക്ക് കിട്ടി, ശരിയാണ്, പക്ഷെ തക്ക തുണ ഇതിലില്ല. ഇതൊക്കെ എന്തിൻ്റെ ഭാഗമാണ്? എന്തിൻ്റെ ഭാഗമാണ്? മണ്ണിൻ്റെ ഭാഗമാണ്. എന്തിൻ്റെ ഭാഗമാണ്? മണ്ണിൻ്റെ ഭാഗമാണ്. മണ്ണിൻ്റെ ഭാഗത്തിലേക്ക് വിണ്ണിൻ്റെ സ്നേഹം ഒഴുകത്തില്ല. കുടുംബജീവിതം ആരംഭിക്കുമ്പോഴേ ശ്രദ്ധിക്കണം. ജീവിത പങ്കാളിക്ക് എന്തോരം പണമുണ്ട്, ജീവിത പങ്കാളിക്ക് മണ്ണിൻ്റെ അംശം എന്തോരം ഉണ്ട്, സൗന്ദര്യം എന്തോരം ഉണ്ട്, ഇതൊക്കെ ഇവിടെ ഈ മണ്ണിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ ചീഞ്ഞു പോകുന്ന സാധനമാണ്. സൗന്ദര്യം ആർക്കെങ്കിലും നിത്യമായി സൂക്ഷിക്കാൻ പറ്റുമോ? ആരോഗ്യം സൂക്ഷിക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, മണ്ണിൻ്റെ ഭാഗത്തിലേക്ക് നോക്കിയിട്ടല്ല ആദം ജീവിത പങ്കാളിയെ തെരഞ്ഞെടുത്തത്. മനസ്സിലായെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. ഇതാ സഹോദര സഹോദരി, മണ്ണിൻ്റെ ഭാഗം നോക്കി ഒരു വ്യക്തി കുടുംബ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ തുടങ്ങുമ്പോഴേക്കും അവൻ്റെ ബന്ധം പൊട്ടുന്നു. മണ്ണിൻ്റെ ഭാഗം നോക്കിയിട്ടല്ല, വിണ്ണിൻ്റെ ഭാഗം നോക്കിയിട്ടാണ് ബന്ധം സ്ഥാപിക്കേണ്ടത്. ആദം ദൈവകൃപയിൽ ജീവിച്ചവനായതുകൊണ്ട്, പാപമില്ലാത്തവനായതുകൊണ്ട്, ദൈവാനുഭവത്തിൽ ജീവിക്കുന്നവനായതുകൊണ്ട്, ദൈവ ചൈതന്യം ഉള്ളവനായതുകൊണ്ട് അവൻ പറഞ്ഞു, മണ്ണിൻ്റെ ഭാഗം എനിക്ക് മനസ്സിലായി, പക്ഷെ എൻ്റെ ഉള്ളിലുള്ള വിണ്ണിൻ്റെ സ്നേഹം പകരാൻ ഇതിന് യോഗ്യതയില്ല, ഇത് തക്ക തുണയല്ല. ഇനി ശ്രദ്ധിക്കുക. എന്നാൽ തനിക്കിണങ്ങിയ തുണയെ കണ്ടില്ല. തനിക്കിണങ്ങിയ തുണയെ മണ്ണിൽ നിന്ന് രൂപം കൊണ്ടതിൽ അവന് കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ്, അപ്പോൾ ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഢനിദ്രയിലാഴ്ത്തി. ഉറങ്ങിക്കിടന്ന അവൻ്റെ വാരിയെല്ലുകളിൽ ഒന്ന് എടുത്തതിന് ശേഷം അവിടെ മാംസം കൊണ്ട് മൂടി. മനുഷ്യനിൽ നിന്നെടുത്ത വാരിയെല്ലുകൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു. അവളെ അവൻ്റെ മുൻപിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിലിതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. ഒന്ന് ശ്രദ്ധിച്ചേ സഹോദരങ്ങളെ, മണ്ണിൻ്റെ ഭാഗത്തുള്ള കുറേ സാധനങ്ങൾ ആദാമിന് കൊണ്ട് കൊടുത്തു. ദൈവം അവനൊന്ന് പരിശോധിച്ച് നോക്കിയതാണ്, ഇവനിത് മനസ്സിലാകുമോ? ആദം പറഞ്ഞു, ദൈവമേ, മണ്ണിൻ്റെ ഭാഗം കിട്ടിയാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ദൈവസ്നേഹം പങ്കുവെക്കാൻ പറ്റില്ല, ലോകസ്നേഹമായി പോവത്. അതുകൊണ്ട് എനിക്കത് പറ്റില്ല തക്ക തുണയായിട്ട്. മണ്ണിൻ്റെ ഭാഗമല്ല വേണ്ടത്. അപ്പോൾ ദൈവം അവനെ ഉറക്കി. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ, എങ്ങനെയാണ് ഹവ്വയെ സൃഷ്ടിച്ചതെന്ന് ഇപ്പോൾ വായിച്ചു കേട്ടു. അതിങ്ങനെ പറഞ്ഞാൽ പോരായിരുന്നോ? ദൈവമായ കർത്താവ് ആദാമിനെ ഉറക്കി കിടത്തി, ഒരു വാരിയിലെടുത്തു, ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു, അവൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്തു. ഇത്രയും പറഞ്ഞാൽ പോരായിരുന്നോ? ഇതേ സന്ദേശം മനസ്സിലാവില്ലായിരുന്നോ? പക്ഷെ അങ്ങനെയല്ല പറഞ്ഞത് അവിടെ. രണ്ട് പ്രധാനപ്പെട്ട വാക്കുകൾ കൂടി അതിൻ്റെ ഇടയിൽ ഇതാ ആ ബൈബിൾ ഭാഗത്തുണ്ട്. എന്തെന്നറിയോ? ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഢമായ നിദ്രയിലാഴ്ത്തി. എങ്ങനത്തെ? ഇത് വായിച്ചപ്പോഴൊരു ചേട്ടൻ പറഞ്ഞത്, സ്ത്രീകളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് മാത്രമേ പുരുഷന്മാർ ഗാഢമായിട്ട് ഉറങ്ങിയിട്ടുള്ളൂ, പിന്നെ ഉറങ്ങിയിട്ടില്ല. ഗാഢമായ നിദ്രയിലാഴ്ത്തി. ഒന്ന്, എങ്ങനത്തെ നിദ്ര? ഗാഢമായ നിദ്ര. രണ്ട്, ഗാഢമായ നിദ്രയിലാഴ്ത്തിയിട്ട് ഒരു വാരിയെടുത്തു, മാംസം കൊണ്ട് മൂടി. രണ്ട് കാര്യം ശ്രദ്ധിച്ചോ? ഒന്ന് ഗാഢമായ നിദ്ര, രണ്ട് മാംസം കൊണ്ട് മൂടി. എന്തിനാണ് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തത്? നമ്മൾ കുടുംബത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇതെന്തിനാണ് ഇത് രണ്ട് കാര്യങ്ങൾ ചെയ്തത്? ഗാഢമായ നിദ്രയിൽ ആഴ്ത്തിയത് വാരിയിൽ എടുക്കുമ്പോൾ വേദന എടുക്കാതിരിക്കാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന് കിടിക്കെന്ന് പറഞ്ഞ ഒരു ഒച്ച കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പതുക്കം എടുത്തു കഴിഞ്ഞാൽ, മനുഷ്യൻ അറിയാതെ പോലെ എല്ലെടുക്കാൻ ദൈവം മതിയായവനാണ്, അല്ലേ? എന്താ ഗാഢമായ നിദ്രയിൽ ആഴ്ത്തിയെന്നറിയോ? ഈ ആദാമിൻ്റെ ബോധ മനസ്സിൽ പോലും ഒരിക്കലും ചിന്തിക്കാൻ പോലും പാടില്ല, ഇത് ഇവനിൽ നിന്നെടുത്ത ഇവൻ അറിയരുത്. ഇവൻ്റെ ശരീരത്തിൽ നിന്ന് ഒടിച്ചെടുത്ത വാരിയല്ലാണെന്ന് ഇവൻ്റെ ബോധ മനസ്സിൽ പോലും അറിയരുത്. അതുകൊണ്ട് അവൻ്റെ ബോധം മുഴുവൻ കെടുത്തി കളഞ്ഞവനെ. രണ്ട്, വാരിയിൽ എടുത്തിട്ട് മാംസം കൊണ്ട് മൂടി. അതെന്തിനാണ്? അവൻ്റെ ശരീരത്തിൽ പോലും അതിൻ്റെ ഒരു ഓപ്പറേഷൻ പാട് പോലും കാണാൻ പാടില്ല. കണ്ടോ? അവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൻ്റെ ശരീരത്തിൽ അതിൻ്റെ അടയാളം പോലും ഇല്ല. സൃഷ്ടിച്ചവൻ മാംസം കൊണ്ട് മൂടി. ഇനി പറഞ്ഞ ഒന്നോടെ ശ്രദ്ധിക്കണം. ഇതാ ഗാഢമായ നിദ്രയിലാഴ്ത്തി അവൻ അറിയാതൊരു വാരിയെടുത്തു. അവൻ ഒരിക്കലും അവൻ്റെ ശരീരത്തിൽ അതിൻ്റെ അടയാളം അറിയാതിരിക്കാൻ കർത്താവ് അവിടെ മാംസം കൊണ്ട് മൂടി.
ആണുങ്ങളൊന്ന് വാരിയലിൻ്റെ ഭാഗത്ത് തടവി നോക്കിക്കുകയും ആരുടെയെങ്കിലും വാരിയലിൻ്റെ അവിടെ ഓപ്പറേഷൻ പാടുണ്ടോ? ആ കയ്യിലിരിപ്പോണ്ട് കിട്ടിയത് വല്ലതും ഉണ്ടാവും. ഇത് കണ്ടോ, ദൈവം അതുപോലെ മനുഷ്യനെ ആ പൂർണ്ണതയിൽ നിലനിർത്തി. എന്നിട്ട് താഴെ പറയുകയാണ്, ഇതാ അവളെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, അവളെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ അവൻ ഒരു കാര്യം പറഞ്ഞു. ഒടുവിൽ ഒരു പ്രത്യേക വാക്കോടുകൂടി പറയുന്നത് അറ്റ് ലാസ്റ്റ്, അവസാനം, ഒടുവിൽ എന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്താ? അത് ഈ പെണ്ണ് കാണാൻ പോകുന്നവർക്ക് മനസ്സിലാവും. 10-25 പെണ്ണിനെ കണ്ടിട്ട് ഒന്നിനെയും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. അവസാനം ഒന്നിനെ കണ്ടു കഴിയുമ്പോൾ എടാ നിനക്ക് ഇഷ്ടപ്പെട്ടോ? അവസാനം, ഒടുവിൽ, അങ്ങനെ പറയില്ലേ? കണ്ടു മടുത്തു. ഇത് കുറേ മണ്ണിൽ നിന്നുള്ള കുറേ സാധനങ്ങളെ കൊണ്ടുവന്നു, ഇതുവരെ ഒരു പങ്കാളിയെ കിട്ടിയില്ല. അവസാനം ഒരെണ്ണത്തിനെ കിട്ടിയപ്പോഴും പറയാം, ഒടുവിൽ ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥി, മാംസത്തിൽ നിന്നുള്ള മാംസവും. ഞാനിതാ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, ഇയാൾ എങ്ങനെയാണ് അറിഞ്ഞത് ഇയാളുടെ അസ്ഥിയും മാംസവുമാണെന്ന്? ഗാഢമായ നിദ്രയിൽ ആഴ്ത്തി, മാംസം കൊണ്ട് മൂടി. ഈ മനുഷ്യൻ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇതാ ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു, അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. കണ്ടപ്പോൾ തന്നെ പുള്ളിക്കാരൻ പറഞ്ഞു, ഇത് എൻ്റെ അസ്ഥിയും മാംസമാണ്. ഇയാളത് എങ്ങനെ അറിഞ്ഞത്? ഞാനിത് വായിക്കുമ്പോൾ അന്തം വിട്ടുപോയിട്ടുണ്ട്. എടാ, ഇത്രമാത്രം ആഴത്തിൽ ഈ പുള്ളിയെ ഉറക്കി കിടത്തി ഇതുപോലെ മാംസം കൊണ്ട് മൂടിയിട്ട് കണ്ടപ്പോൾ തന്നെ പുള്ളി ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇതെൻ്റെ അസ്ഥിയും മാംസമാണ്. ഇതെങ്ങനെ പറഞ്ഞേ? പ്രിയപ്പെട്ടവർ, ഇതിൻ്റെ പേരാണ് കുടുംബം. ബൈബിൾ ആരംഭിക്കുന്നത് തന്നെ ഈ ബന്ധത്തിൻ്റെ ആഴം ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടാണ്. ഇതാണ് കുടുംബം.